ദാമിനി എന്ന പെണ്ണിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. അവൾ തൊടുന്നവർക്കും അവളെ തൊടുന്നവർക്കുമെല്ലാം ഷോക്കടിക്കും. ഈ ഒരു പ്രശ്നം കൊണ്ട് തന്നെ നാട്ടുകാർ അവളെ കൊണ്ട് പൊറുതിമുട്ടുകയും അവളെ മറ്റൊരു നാട്ടിലേക്ക് കല്യാണം കഴിപ്പിച്ചയക്കാനും തീരുമാനിച്ചു. എന്നാൽ അവളെ കാണാൻ വന്ന എല്ലാ പയ്യന്മാരും അവളുടെ ഷോക്കിന്റെ എഫക്റ്റിൽ തങ്ങളുടെ ജീവനും കൊണ്ടോടി. അങ്ങനെയിരിക്കെയാണ് സ്വന്തം നാട്ടിൽ പെണ്ണ് കിട്ടാഞ്ഞത് കാരണം ഇപ്പോഴീ നാട്ടിലേക്ക് എത്തിയ ആദി ദാമിനിയെ കാണാനിടയായത്. കണ്ട മാത്രയിൽ അവളിൽ മയങ്ങിപ്പോയവൻ അവളെ തന്നെ തനിക്ക് കെട്ടണമെന്ന തീരുമാനത്തിൽ പിറ്റേന്ന് തന്നെ വീട്ടിലേക്ക് ആലോചനയുമായി ചെന്നു. ദാമിനിയുടെ ഷോക്കിന്റെ കാര്യമൊന്നും അറിയാത്ത ആദിയെ കണ്ടതും അവനതറിയും മുന്നേ ഈ കല്യാണം നടത്തി അവൾ ഈ നാട്ടിൽ നിന്നും പറഞ്ഞയക്കണമെന്ന് തന്നെ ആ നാട്ടുകാർ പദ്ധതിയിട്ടു. അങ്ങനെ ആ കല്യാണം ഉറപ്പിച്ചതും ഒരാഴ്ച കഴിഞ്ഞ് അവരുടെ മോതിരം മാറ്റൽ ചടങ്ങ് വന്നെത്തി. മോതിരമിട്ട് കൊടുക്കുമ്പോൾ അവൻ എന്തായാലും ഷോക്കടിക്കുമെന്നോർത്തി അവളേറെ ഭയപ്പെട്ടെങ്കിലും ഭാഗ്യത്തിന് തലമുറകളായി കൈമാറി വന്ന ഒരു മരത്തിന്റെ മോതിരമായിരുന്നു അവൻ അവൾക്ക് ഇട്ടുകൊടുത്തത്. അങ്ങനെ അന്നത്തെ ദിവസം ഷോക്കിൽ നിന്നും സേഫ് ആയെങ്കിലും പിന്നീട് നടന്ന സേവ് ദ ഡേറ്റിൽ അവളെ ചെറുതായൊന്ന് സ്പർശിച്ചതും അവന് ഷോക്കേറ്റു. എന്നാൽ ധീര സിനിമയിലെ പോലെ താനും അവളും തമ്മിൽ എന്തോ മുൻജന്മ ബന്ധമുണ്ടെന്നും അതുകൊണ്ടാണ് തനിക്ക് ഈ ഷോക്കേറ്റതെന്നും ഓർത്തി അവൻ അഭിമാനം കൊണ്ടു. അങ്ങനെ അവരുടെ കല്യാണം കഴിഞ്ഞതും ആദ്യ രാത്രിയിൽ അവൻ അവളെ കിസ് ചെയ്യാനൊരുങ്ങി. പക്ഷെ അവൻ കരണ്ടടിച്ച് ചാകുമെന്ന് ഭയപ്പെട്ടവൾ പതിയെ അവനെ തള്ളി മാറ്റാൻ ശ്രമിച്ചതും ഹൈ വോൾട്ട് കരണ്ടടിച്ച് അവൻ തെറിച്ച് ബെഡിലേക്ക് വീഴുകയും അത് തവിട് പൊടിയാവുകയും ചെയ്തു. അതോടെ ഇത് താൻ ഉദ്ദേശിച്ച മുൻജന്മ ബന്ധമൊന്നുമല്ലെന്നും അവൾക്കെന്തോ കുഴപ്പമുണ്ടെന്നും അവന് മനസ്സിലായി. പിന്നീട് അവളെ തൊടാനോ അവളോട് സംസാരിക്കാനോ പോലും അവന് ഭയമായി. അങ്ങനെയിരിക്കെ ഒരു ദിവസം അവന്റെ അമ്മയും ചിറ്റയും ചേർന്ന് ഭാര്യയ്ക്ക് ഫുഡ് വായിൽ വെച്ചു കൊടുക്കാൻ അവനെ നിർബന്ധിച്ചതും അവൻ വിറച്ചുകൊണ്ട് അതിനൊരു ശ്രമം നടത്തി. എന്നാൽ ആ സമയം യാതൊരു ഷോക്കുമില്ലാതെ അവനത് ചെയ്യാൻ സാധിച്ചു. അതോടെ അവളുടെ ഷോക്ക് മാറിയെന്നോർത്ത് സന്തോഷിച്ചവൻ അവളുടെ കൂടെ ബെഡിൽ കിടന്നെങ്കിലും പിറ്റേന്ന് രാവിലെ ഷോക്കേറ്റ കോലത്തിലാണ് അവൻ തിരിച്ചിറങ്ങിയത്. പിന്നീട് വീട്ടിൽ നടന്നൊരു ഫംഗ്ഷനിൽ കുറച്ച് ഗുണ്ടകളെത്തി ആദിയെ വകവരുത്താൻ ശ്രമിച്ചതും അത് കണ്ട ദാമിനി ഓടിച്ചെന്ന് അവനെ തട്ടിമാറ്റി. അവളുടെ ഷോക്ക് എഫക്റ്റിൽ അവൻ നേരെ തെറിച്ച് പുതുതായി കൊണ്ടുവന്ന കട്ടിലിൽ ചെന്ന് വീണതും അതും തരിപ്പണമായി. അതോടെ അവൾക്ക് ഷോക്കുള്ള കാര്യം എല്ലാവരും മനസ്സിലാക്കിയതും ആദിക്കത് വലിയൊരു നാണക്കേടുണ്ടാവുകയും അവളെ വീട്ടിൽ നിന്നും ഇറക്കി വിടുകയും ചെയ്തു. എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞതും അവളെ മിസ് ചെയ്യാൻ തുടങ്ങിയവൻ നേരെ അവളുടെ അടുത്തേക്ക് ചെന്ന് സോറി പറഞ്ഞ് അവളെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചു. അതോടെ പിണക്കങ്ങളൊക്കെ മറന്ന് അവൾ ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ചെങ്കിലും അത്ഭുതമെന്നോണം അവൻ ഒട്ടും തന്നെ ഷോക്കടിച്ചില്ല. അങ്ങനെ അവൻ അവളെ ശരിക്കും സ്നേഹിക്കാൻ തുടങ്ങിയതും അവളുടെ ഷോക്ക് മാറുകയും എല്ലാവരെയും പോലെ അവൾ നോർമലാവുകയും ചെയ്തു.